അമ്മേ നമുക്കിന്ന് ബിരിയാണി വെച്ചാലോ? ഓ ഒച്ച എനിക്കൊന്നും വയ്യ. അമ്മ വെക്കണ്ട, ഞാൻ വെച്ചോളാം. നീ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് അവസാനം ഞാൻ തന്നെ കഷ്ടപ്പെട്ട് വെക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ അല്ലേ അമ്മേ ബിരിയാണി വെച്ച് പഠിക്കുന്നത്? ഞാൻ വെച്ചോളാം. ഇവിടെ അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ല ഒച്ചേ. അത് സാരമില്ല, സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി, ബാക്കി ഞാൻ ഏറ്റ്. അല്ല ഇപ്പൊ എന്തുവാ നിനക്ക് ബിരിയാണി വെക്കണമെന്നൊരു ആഗ്രഹം വന്നത്? അത് അമ്മേ, അമൃത ഇന്നലെ അവളുടെ വീട്ടിൽ ബിരിയാണി വെച്ചു, എന്നിട്ട് അവള് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, എനിക്കിന്ന് ബിരിയാണി വെക്കണോ അമ്മ. ചേടാ ഇത് എന്തൊരു കഷ്ടമാ. ഒച്ചത്തെ സാധനമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, എന്താ ആക്കണ്ടേന്ന് വെച്ച് ആക്കിക്കോ. ഞാൻ ഇനി അടുക്കളയിലോട്ട് വരത്തേ ഇല്ല, പറഞ്ഞേക്കാം. അമ്മ വരണ്ട, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആക്കിക്കോളാം. പക്ഷെ കുറച്ചു നേരത്തെ വരെ ബിരിയാണി വെക്കാനുണ്ടായിരുന്ന ആവേശം ഇപ്പൊ ഇല്ലല്ലോ. ഇനി എന്തൊക്കെ പണികളാ ഉള്ളത്? ഉള്ളി അരിയണം, തക്കാളി അരിയണം, വെളുത്തുള്ളി അരിയണം, ചിക്കൻ പൊരിക്കണം, അരി തിളപ്പിക്കണം. ഓ മടുപ്പ് വരുന്നു. ഈ സാധനമൊക്കെ വാങ്ങിയ പൈസക്ക് 3 ബിരിയാണി ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അമ്മ ബിരിയാണി വെക്കുവോ? എനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ ഒരു മടിയുള്ള പോലെ. ഞാൻ അപ്പോഴേ പറഞ്ഞത് അവളോട് പോയി വെക്കടി. അവക്ക് വെറുതെ ഇരിക്കും ഓരോരോ തോന്നലുകള്. നീ ഇന്ന് ബിരിയാണി വെച്ചിട്ട് ഉറങ്ങിയാ മതി. അയ്യോ.